നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തമിഴിലൊരു സിനിമാ ഡയലോഗുണ്ട്, തൊഡ്ര പാക്കലാമെന്ന്. അതായത് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് തൊട്ടു നോക്കടാ എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിലെ ചില രാജ്യങ്ങളോട്, രാജ്യതലവന്മാരോട് ഇപ്പോഴത്തെ നെഞ്ചും വിരിച്ചു പറയുകയാണ്, നീയൊക്കെ ഒന്ന് തൊട്ടു നോക്കടാ എന്ന്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വാറന്റിൽ ബെഞ്ചമിൻ നെതന്യാഹു കാലുകുത്തിയാൽ, തങ്ങളുടെ രാജ്യത്ത് കാലുകുത്തിയാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാനഡ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ബ്രിട്ടനൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇവരോടാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സധൈര്യം ഈ വാക്കുകൾ പറയുന്നത്. രാജ്യത്തെത്തിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച കാനഡ, നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിയമത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും അന്താരാഷ്ട്ര കോടതിയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിധികളും അനുസരിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് പ്രകാരം യുകെയിലെത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ സൂചന നൽകിയിരുന്നത്. ആഭ്യന്തര നിയമവും അന്താരാഷ്ട്ര നിയമവും അനുസരിച്ച് യുകെ എല്ലായ്പ്പോഴും അതിന്റെ നിയമപരമായ ബാധ്യതകൾ പാലിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ വക്താവ് അറിയിച്ചത്. അതേസമയം 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായത്. ഒരു വർഷത്തിലേറെയായി ഈ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചെയ്ത യുദ്ധക്കുറ്റങ്ങൾക്ക് നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ അറസ്റ്റ് വാറന്റ് വരാന്നതിന് മുൻപുള്ള ആ കോടതിയിലേക്ക് വന്ന ഹർജിക്കാരൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഹർജിക്കാരൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി സ്വദേശിയാണ്. പാകിസ്ഥാനി സ്വദേശിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഹർജിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ആളെ മതഭ്രാന്തൻ എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിന്റെ ഒരു സ്ട്രക്ചർ, ആ കേസിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പ്രധാനമായും 5 പേരാണ് ഉള്ളത്. ഹമാസിന്റെ പ്രധാന തലവന്മാർ, ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പ്രധാന തലവന്മാരായിട്ടുള്ള 3 പേർ, യഹിയ സിൻവർ അടക്കമുള്ള കൊല്ലപ്പെട്ട 3 പേരും, അതുപോലെ തന്നെ യോവ് ഗാലന്റും, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുമാണ് ഈ അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹമാസിന്റെ കാര്യം സേഫാണ്, കാരണം കൊല്ലപ്പെട്ടവരാണല്ലോ ബാക്കിയുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിലവിൽ ശക്തരായിട്ടുള്ള 2 നേതാക്കൾ, മുൻ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയും, അദ്ദേഹത്തെ ഈ ഒരു യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ തന്നെ വളരെ ശക്തനായ നേതാവാണ് നെതന്യാഹു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെയും അടച്ചുപൂട്ടിയ ഉള്ളേ തള്ളാൻ അറസ്റ്റ് വാറന്റാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതൊരു നിസ്സാര കോടതിയില്ല. പക്ഷെ അപ്പോഴും അമേരിക്കയും അതുപോലെ തന്നെ നെതന്യാഹുവും ഇസ്രായേലും ഇതിനെ ഒന്നടങ്കം തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനൊക്കെ തന്നെ നെതന്യാഹു മറുപടി നൽകുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതിനൊക്കെ തന്നെ മറുപടി നൽകുന്നത് ബെയ്റൂത്ത് കത്തിച്ചുകൊണ്ടാണ്. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് വീണ്ടും ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ കൃത്യമായി തന്നെ തുരത്തിയടിക്കുന്ന സാഹചര്യം, ഭീകരന്മാരെ തുരത്തിയടിക്കുന്ന സാഹചര്യമാണ് ബെയ്റൂത്തിൽ ഒന്നടങ്കം കാണുന്നത് എന്ന് വ്യക്തമാകുകയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെ ബെയ്റൂട്ടിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. 4 റോക്കറ്റുകൾ വിക്ഷേപിച്ചുവെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 പേരാണ് കൊല്ലപ്പെട്ടത്. 33-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ സംഖ്യ ഇനിയും കൂടുമെന്നാണ് വിവരം. ബെയ്റൂട്ടിലെ ഈ ബസ്തയിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നുവെന്നും മറ്റുള്ളവ ഭാഗികമായി തകർന്നുവെന്നും പുറത്തുവന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ പാർപ്പിട സമുച്ചയമായ 8 നില കെട്ടിടത്തിലേക്ക് 5 മിസൈലുകൾ ആക്രമണം നടത്തിയെന്നാണ് ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ബന്ദി കൊല്ലപ്പെട്ടതായും ഹമാസിന്റെ സായുധ വിഭാഗം വക്താവ് അബു ഒബൈദ ബോംബാക്രമണത്തിൽ ഇസ്രായേലി വനിതാ തടവുകാരി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വനിതാ തടവുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നും അബു ഒബൈദ പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും സൈനിക നേതാക്കളും തടവുകാരുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്നുവെന്നും അവരുടെ കഷ്ടപ്പാടുകളും മരണവും ഉണ്ടാവാൻ ശഠിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഈ ആരോപണങ്ങളെ കുറിച്ചൊന്നും IDF ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഗസയിൽ ഇപ്പോഴും 101 ഇസ്രായേലി ബന്ദികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അവരെ കണ്ടെത്തുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം വടക്കൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 66 പേർ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബൈത്ത് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം ആണ് ആക്രമണം ഉണ്ടായത്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 120 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തുവരികയാണ്. ഗസ സിറ്റിയിലെ ഈ സൈനൽ പ്രാന്തപ്രദേശത്ത്
ഒരു കുടുംബത്തിലെ 7 പേർ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. എൻക്ലേവിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൽ മെഡിക്കൽ സ്റ്റാഫിന് പരിക്കേൽക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട്.